എനിക്ക് തോന്നുന്നു നമ്മളിനി ഇപ്പോൾ മിനിസ്റ്ററോട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. വയനാടിന് കൈത്താങ്ങുമായി പാലക്കാട് DJ അമ്യൂസ്മെൻറ്റ്സ് റിപ്പോർട്ടറിലൂടെ CMDRFിലേക്ക് തുക കൈമാറാനാണ് അവർ ആഗ്രഹിച്ചത്. 4,25,500 രൂപ കൈമാറുകയാണ് DJ അമ്യൂസ്മെൻറ്റ് ഉടമകൾ ദിനേശ് കുമാറും ജയപ്രകാശും. സഹായവുമായി ശ്രീ അരവൻ എൻ്റർടൈൻമെൻറ്റ്സ് കോയമ്പത്തൂർ 50,000 രൂപയും കൈമാറും. ശ്രീ അരവൻ എൻ്റർടൈൻമെൻറ്റ്സിലെ വിനോദ് കുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഈ അതിഥികളെ നമുക്ക് ക്ഷണിക്കാം. CMDRFിലേക്ക് ഈ തുക കൈമാറാൻ വേണ്ടി അവർ പാലക്കാട് നിന്നും എത്തുന്നു. മിനിസ്റ്റർ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനിസ്റ്റർ ഇത് കാണുന്നുണ്ടെങ്കിൽ പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയിരിക്കുന്നവരാണ്. DJ അമ്യൂസ്മെൻറ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ദിനേശ് കുമാർ, ജയപ്രകാശ്, പിന്നെ ശ്രീ അരവൻ എൻ്റർടൈൻമെൻറ്റ്സ് കോയമ്പത്തൂർ. ഇവർ എല്ലാവരും എത്തുന്നു. എല്ലാവർക്കും സ്വാഗതം. മിനിസ്റ്റർ ഇത് കാണുന്നുണ്ട് ലൈവായിട്ട്. കോയമ്പത്തൂരിൽ നിന്ന് എത്തുന്നു. നേരത്തെ ഞങ്ങൾ പറയായിരുന്നു കർണാടകയിൽ എത്തുന്നത്. ഇത് വിനോദ് കുമാർ, ദിനേശ് കുമാർ, വിലിയംസ്. ഓക്കെ, നമസ്കാരം. ഓക്കെ, കുട്ടികളുമുണ്ട്. കുട്ടികളുടെ എന്തോ സംഭാവനയുണ്ട്. ഒരു കുടുക്കയുണ്ടെന്ന് തോന്നുന്നല്ലോ. മിനിസ്റ്റർ കാണുന്നുണ്ട്. ആഹാ, വലിയ ഭാരമുള്ള ഒരു കുടുക്കയുണ്ട് മിനിസ്റ്റർ നമ്മുടെ കയ്യിൽ. എന്താ മോൻ്റെ പേര്? ധനുഷ് എന്ന ഒരു മോനാണ്. എത്ര രൂപ കാണുമായിരിക്കും ഇത് ഏകദേശം? അറിയത്തില്ല, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 6-7 കിലോ ഭാരം വരും അല്ലേ? അപ്പോൾ മോൻ്റെ കയ്യിൽ ഇത് പിടിച്ചോ, അത് നമുക്ക് മിനിസ്റ്റർക്ക് കൊടുക്കാം. നമ്മൾ DD അല്ലേ കൈമാറാൻ വരുന്നു. എത്ര രൂപയാണ് കൊടുക്കുന്നത്? DJ അമ്യൂസ്മെൻറ്റ്സ് സ്ഥാപനം 2 ലക്ഷം രൂപയുടെ DD ആണ്. സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളും എല്ലാവരും കൂടെ ചേർന്ന് 2,25,500 രൂപ. ശ്രീ അരവാൻ എൻ്റർടൈൻമെൻറ്റ്സ് തമിഴ്നാട് കോയമ്പത്തൂർ 50,000. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ്. വില്യംസ് ജനറൽ മാനേജറാണ് കമ്പനിയുടെ. തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? ആണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നു അല്ലേ? മലയാളിയാണ്. അവിടെ നിന്ന് 50,000 രൂപ. അപ്പോൾ 4,25,000 DJ അമ്യൂസ്മെൻറ്റ്സും സ്റ്റാഫും ചേർന്ന്. സന്തോഷം. ഇത് ഇങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള കാര്യം എന്ത്? വാർത്തകളൊക്കെ കണ്ടിട്ടാണോ? തീർച്ചയായിട്ടും ഞാൻ സാറുടെ വാർത്ത കണ്ട് അത് നമുക്കത് കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് സഹായം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് മനസ്സനുവദിക്കുന്നില്ല. ഞാൻ വളരെ ആലോചിച്ചു. ഇതിനു മുമ്പും പ്രളയം വന്നപ്പോഴും കൂടാതെ നമ്മൾ ഗോഗി വന്നപ്പോഴും ഞാൻ നേരിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ ഇങ്ങനെ സാറിനെ ബന്ധപ്പെടാൻ കാരണം ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ ഒരു പ്രചോദനമാവട്ടെ. അതായത് ഇത് കണ്ടുകൊണ്ട് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. നിങ്ങൾ ശരിക്കും ഈ ചില സ്ഥലങ്ങളിൽ പോയിട്ട് അമ്യൂസ്മെന്റ് പാർക്കുകൾ, ഫെസ്റ്റുകളൊക്കെ സംഘടിപ്പിക്കുന്ന ആൾക്കാരല്ലേ? ഫസ്റ്റ് ഉത്സവ പറമ്പുകളും എക്സിബിഷനിലും ഫെസ്റ്റൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് 4 ലക്ഷം രൂപ വലിയ തുകയാണ്. തീർച്ചയായും സാർ. ഞങ്ങൾ ഇതിൽ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ സ്റ്റാഫ് ഒരു കാര്യം പറഞ്ഞതും അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. UP, MP, ഒറീസ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് എല്ലാവരും. പക്ഷേ എല്ലാവരും അത് ഒറ്റ കെട്ടായി അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമുക്ക് അത് മിനിസ്റ്റർക്ക് ഇത് കാണിച്ചു കൊടുക്കാം. ഇന്ന് വൈകുന്നേരം നമുക്ക് CMDRF ഫണ്ടിലേക്ക് എടുക്കണം. എന്നാൽ പിന്നെ നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ CMDRFിലേക്ക് DJ അമ്യൂസ്മെൻറ്റ്സിൻ്റെ ഇത് 50,000 ആണോ? 2 ലക്ഷം രൂപ. ഇത് 2 ലക്ഷം രൂപയാണ്. ഇത് അവിടുത്തെ തൊഴിലാളികളുടെ ആണോ? അല്ല, DJ അമ്യൂസ്മെൻറ്റ്സിൻ്റെ 2 ലക്ഷം രൂപയുടെ ഒരു DD CMDRFിലേക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ടർ വഴി നൽകുകയാണ് DJ അമ്യൂസ്മെൻറ്റ്സ്. 2 ലക്ഷം രൂപ. മിനിസ്റ്റർ ഇത് കാണുന്നുണ്ട്. ഇത് 2,25,500 രൂപ സ്റ്റാഫിൻ്റെ, സ്റ്റാഫിൻ്റെ. ഇത് DJ അമ്യൂസ്മെൻറ്റ് സ്റ്റാഫിൻ്റെ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവർ മലയാളികളല്ല, ഇവർ കൂടുതലും പുറത്തുനിന്നുള്ളവരുമുണ്ട് അല്ലേ? UPയിൽ നിന്നുള്ളവർ, ബീഹാറിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികളാണ്. അവരുടെ എത്ര ദിവസത്തെ ശമ്പളമായിരിക്കും ഇത്? അല്ല, ഞങ്ങൾ ഇത്ര ദിവസത്തെ എന്നുള്ളതല്ല, അവർ പറഞ്ഞു ഓരോരുത്തർ അവരുടെ കഴിവിൻ്റെ പരമാവധി എത്ര രൂപ അങ്ങനെ 2,25,000 രൂപ DJ അമ്യൂസ്മെൻറ്റ്സിലെ അതിഥി തൊഴിലാളികളുടെ വിഹിതം. ഇനി തമിഴ്നാട്ടിൽ നിന്ന് അല്ലേ? വരൂ. നമസ്കാരം. എന്താ പേര് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു? വിനോദ് കുമാർ. ശ്രീ അരവാൻ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ 50,000 രൂപ, 1/2 ലക്ഷം രൂപ. അങ്ങനെ മൊത്തം 3 DDകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മിനിസ്റ്റർ. ഇത് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ കൈമാറണം എന്നിവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മിനിസ്റ്റർ, വളരെ സന്തോഷം. ഇതൊരു നല്ല നടപടിക്രമമാണ്. സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്ഥാപനത്തിലെ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ കുട്ടികൾ, ഇതെല്ലാം വളരെ പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമാണ്. അരുൺ, എനിക്കൊരു അഭ്യർത്ഥന. ഞാൻ അവരോടെല്ലാം സർക്കാരിന് വേണ്ടി പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി, ഇവരുടെ പൂർണ്ണമായിട്ടുള്ള വിലാസം, ഇത്തരം DDകളെല്ലാം മേടിക്കുന്നതിന് മുമ്പ് ഇവരുടെ പൂർണ്ണമായ വിലാസം കൂടി നമുക്ക് മേടിക്കണം. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറുമ്പോൾ, അല്ലെങ്കിൽ ഏത് സർക്കാർ ഓഫീസിലേക്കാണോ കൈമാറുക, അവിടെ നിന്ന് കൃത്യമായ റെസീറ്റ് അവരുടെ പേരിൽ നമുക്ക് കൈമാറാൻ കഴിയും. എന്ന് മാത്രമല്ല, പിന്നീട് അവർക്ക് ഒരു അപ്രീസിയേഷൻ ലെറ്റർ കൂടി സർക്കാർ അയക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ കൈമാറുമ്പോൾ
കേവലം ചെക്ക് മാത്രം പോരാ, അവരുടെ പൂർണ്ണമായിട്ടുള്ള വിലാസം കൂടി വേണം. എന്തായാലും ഈ നടപടിയിൽ സർക്കാരിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി. എന്നെ കാണുന്നുണ്ടാകും ബന്ധപ്പെട്ട ആളുകൾ എന്ന വിശ്വാസത്തോടെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇതൊരു പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്. നാളെ എവിടെ ഉണ്ടായാലും ഇങ്ങനെ ഒരു മനസ്സുണർന്ന് പ്രവർത്തിക്കണം എന്ന് തോന്നുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. പ്രത്യേകമായിട്ടുള്ള നന്ദി സർക്കാരിന് വേണ്ടി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, മോൻ ഈ കുടുക്ക് എന്തിനു വേണ്ടി വാങ്ങി വെച്ചതാ? സൈക്കിൾ വാങ്ങാൻ വേണ്ടിയാണ് വെച്ചത്. മോൻ്റെ പേരെന്താ? ധനുഷ്. മോൻ്റെ പേരെന്താ? ധനുഷും തരുൺജയും. മോൻ്റെ പേരോ? ദുഷ്യന്ത്, ധൻജയ്. ഇത് മോൻ്റെ മാത്രം കുടുക്കയിൽ ഇട്ട് വെച്ച ഇതാണോ, സുഹൃത്തുക്കളുടെ ഉണ്ടോ? അപ്പോൾ ഓക്കെ, ധനുഷ് സൈക്കിൾ വാങ്ങാൻ വേണ്ടി വെച്ച ഒരു വലിയ കുടുക്ക് കൂടി സൈക്കിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ്. എത്ര നാളായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്? കുറേ നാളെ, 2 years ആയിട്ട് ശേഖരിച്ചു വെച്ചതാണ് അല്ലേ? പാവം, സൈക്കിൾ വാങ്ങാൻ വെച്ച പണം. ധനുഷ് അല്ലേ? ധനുഷ് മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് കൊടുക്കുകയാണ്. ഇത് എണ്ണിത്തിട്ടപ്പെട്ട് കൊടുക്കണം. നമ്മൾ ഇതേപടി തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ CMDRFിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കും, പൂർണ്ണമായ മേൽവിലാസത്തോടു കൂടി. താങ്ക് യു വിനോദ്, താങ്ക് യു വില്യംസ്, താങ്ക് യു. ഒരിക്കൽ കൂടി ഒന്ന് പേര് പറയാമോ? വില്യംസ്. ഓക്കെ, അങ്ങയുടെ പേര്? വിനോദ് കുമാർ. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. സന്തോഷം. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ കൈനിറയായിട്ടുണ്ട് അല്ലേ? 4,75,000 രൂപ DJ അമ്യൂസ്മെൻറ്റ്സിൻ്റെ, അരവൻ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ, ഒപ്പം നമ്മുടെ ധനുഷിൻ്റെ ഈ കയ്യിലിരിക്കുന്ന എത്രയാണ് എന്ന് നമുക്കറിയാത്ത തുകയും മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് നമ്മൾ കൈമാറുകയാണ്. സ്നേഹം, സന്തോഷം. ഇനി നമ്മളുടെ പ്രതിനിധി സിനോയ് തോമസിലേക്ക് നമുക്കൊന്ന് പോകണം. സിനോയ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോയ് തോമസ്, നമ്മൾ വിലങ്ങാട്ടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ വിലങ്ങാട്ടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം കൂടി നമ്മൾ മന്ത്രിയോട് ചോദിച്ചിരുന്നു. നമുക്ക് സിനോയിലേക്ക് എത്താം, റിപ്പോർട്ടർമാരിലേക്ക് എത്താം. വളരെ സന്തോഷമായി. രാവിലെ CMDRFിലേക്ക് ഒരു ഏകദേശം 4,70,000 രൂപയും, ഇത് ഏകദേശം ഒരു 5,000-10,000 രൂപയ്ക്ക് അടുത്തുണ്ടാവും. 4,85,000 രൂപയും നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരും തുടരുക. റിപ്പോർട്ടറിലൂടെ അല്ലാതെയോ CMDRFിലേക്ക് നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാം. ഇത് പൂർണ്ണമായും റിപ്പോർട്ടർ തന്നെ അവിടേക്ക് കൊണ്ടെത്തിച്ച് മുഖ്യമന്ത്രിക്ക് മേൽവിലാസം നൽകി നമ്മൾ എത്തിക്കുന്നതായിരിക്കും. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇനി ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വിലങ്ങാട്ടേക്ക് പോകുന്നു. വിലങ്ങാട്ടിൽ നിന്നും നമ്മോടൊപ്പം തത്സമയം റിപ്പോർട്ടർമാർ ചേരും. മിനിസ്റ്റർ പറഞ്ഞ കാര്യം, പ്രത്യേകമായിട്ട് ചില ക്യാമ്പുകളിലുള്ളവരുടെ പ്രശ്നം, അത് മിനിസ്റ്റർ നേരിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും ഒരു ബുദ്ധിമുട്ടും വിലങ്ങാട്ടിലുള്ള മനുഷ്യർക്കുണ്ടാവില്ല. അവർക്ക് വേണ്ടി പ്രത്യേക പരിഗണനയുണ്ടാവും എന്നാണ് മിനിസ്റ്റർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആശങ്കകൾ വേണ്ട. സർക്കാരും ഒപ്പം തന്നെ പൊതുസമൂഹവും നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമ്മളെ ആർക്കാണ് തോൽപ്പിക്കാൻ പറ്റുക?